അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകരുടെയും നയതന്ത്ര വിദഗ്ധരുടെയും പ്രതീക്ഷകളെ അസ്ഥാനത്താക്കിക്കൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ നടക്കാനിരുന്ന നിർണായക കൂടിക്കാഴ്ച റദ്ദാക്കി. യുക്രൈൻ യുദ്ധം 4ാം വർഷത്തിലേക്ക് കടക്കാനൊരുങ്ങുന്ന ഈ നിർണായക ഘട്ടത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങളിലെ ഏറ്റവും പുതിയതും കടുത്തതുമായ തിരിച്ചടിയാണ് ഈ സംഭവം. ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിൽ 2 ആഴ്ചയ്ക്കകം കൂടിക്കാഴ്ച നടക്കുമെന്നായിരുന്നു കഴിഞ്ഞ ആഴ്ച വൈറ്റ് ഹൗസ് പ്രഖ്യാപിച്ചത്. എന്നാൽ US റഷ്യൻ ഉദ്യോഗസ്ഥർ തമ്മിൽ നടന്ന ഫോൺ സംഭാഷണത്തിൽ ഉടലെടുത്ത അഭിപ്രായ വ്യത്യാസങ്ങളാണ് കൂടിക്കാഴ്ച റദ്ദാക്കുന്നതിലേക്ക് നയിച്ചതെന്ന റിപ്പോർട്ടുകൾ സമാധാന പ്രക്രിയ എത്രത്തോളം ദുർഘടമാണെന്നും വ്യക്തമാക്കുന്നു. കൂടിക്കാഴ്ച റദ്ദാക്കാനുള്ള കാരണം വൈറ്റ് ഹൗസ് ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും കഴിഞ്ഞ ദിവസം US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗെയ് ലാവ്റോവും തമ്മിൽ നടന്ന ഫോൺ സംഭാഷണമാണ് തീരുമാനത്തിൽ നിർണായകമായത്. ഈ സംഭാഷണം മോശമായ അന്തരീക്ഷത്തിൽ അവസാനിച്ചുവെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സംഭാഷണത്തിൽ തർക്കത്തിന് കാരണമായ പ്രധാന വിഷയം യുക്രൈനിലെ നിലവിലെ യുദ്ധമുഖം മരവിപ്പിക്കുന്നതിലുള്ള റഷ്യയുടെ നിലപാടാണ്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ചർച്ചകളിൽ നിലവിലെ പോരാട്ട രേഖകൾ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ റഷ്യ തയ്യാറല്ലെന്ന് ലാവ്റോവ് റൂബിയോയെ അറിയിച്ചതായാണ് വിവരം. അതായത് റഷ്യ സൈനികമായി പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ നിന്ന് പിന്മാറാനോ അല്ലെങ്കിൽ നിലവിൽ കൈവശമുള്ള പ്രദേശങ്ങളിൽ ആക്രമണം നിർത്താനോ താൽപര്യപ്പെടുന്നില്ല. തങ്ങളുടെ സൈനിക ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുന്നത് വരെ യുദ്ധം തുടരാനാണ് റഷ്യയുടെ തീരുമാനം. ഈ അലംഘനീയമായ നിലപാട് യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക ലക്ഷ്യമിടുന്നു എന്ന ഉടമ്പടിക്കും തടസ്സമുണ്ടാക്കുന്നതാണ്. ഈ സാഹചര്യത്തിൽ ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച ഫലപ്രദമാകില്ലെന്ന് വൈറ്റ് ഹൗസ് വിലയിരുത്തിയിരിക്കാം. കൂടാതെ പുടിന്റെ യാത്രാമാർഗവുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത അന്താരാഷ്ട്ര നിയമ പ്രശ്നങ്ങളും ഒരു ഉപഘടകമായി നിലനിന്നിരുന്നു. മോസ്കോയിൽ നിന്ന് ബുഡാപെസ്റ്റിലേക്ക് പോകുമ്പോൾ പുടിൻ പോളണ്ടിന്റെ വ്യോമാതിർത്തി ഉപയോഗിക്കേണ്ടി വരും. എന്നാൽ രാജ്യാന്തര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റ് നിലനിൽക്കുന്ന പുടിൻ തങ്ങളുടെ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചാൽ വാറന്റ് നടപ്പിലാക്കുമെന്ന് പോളണ്ട് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇത് റഷ്യൻ നേതൃത്വത്തിന് ഒരു നയതന്ത്ര തലവേദന സൃഷ്ടിച്ചു. ബൾഗേറിയൻ വിദേശകാര്യമന്ത്രി പുടിന് തങ്ങളുടെ വ്യോമാതിർത്തി ഉപയോഗിക്കാൻ അനുമതി നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ചെങ്കിലും ഈ വിഷയം കൂടിക്കാഴ്ചയുടെ മൊത്തത്തിലുള്ള അന്തരീക്ഷം വഷളാക്കി. 4 വർഷത്തോളമായി തുടരുന്ന യുക്രൈൻ യുദ്ധം പരിഹരിക്കുക എന്നത് ട്രംപിന്റെ വിദേശ നയത്തിൽ ഒരു പ്രധാന ലക്ഷ്യമായിരുന്നു. ഇതിന്റെ ഭാഗമായുള്ള നയതന്ത്ര ശ്രമങ്ങളിലെ ഏറ്റവും പുതിയ തിരിച്ചടിയാണ് പുടിനുമായുള്ള കൂടിക്കാഴ്ച റദ്ദാക്കൽ. ട്രംപിന്റെ നയതന്ത്ര നീക്കങ്ങൾ പലപ്പോഴും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായും യൂറോപ്യൻ സഖ്യകക്ഷികളുമായും കടുത്ത വിമർശനത്തിനും വിധേയമായിരുന്നു. റഷ്യൻ സൈന്യം പിടിച്ചെടുത്ത പ്രദേശങ്ങൾ കൈവിടാൻ യുക്രൈനോട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സമാധാനത്തിന് പകരമുള്ള ഭൂമി എന്ന പരിഹാര മാർഗം ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നുവെന്ന ആരോപണം യുക്രൈൻ ഉദ്യോഗസ്ഥർ ഉന്നയിക്കുന്നത് സ്ഥിതി കൂടുതൽ വഷളാക്കി. കിഴക്കൻ യുക്രൈനിലെ തന്ത്രപ്രധാനമായ ഡോൺബാസ് മേഖല റഷ്യക്ക് വിട്ടുകൊടുക്കാൻ സെലൻസ്കിക്ക് മേൽ ട്രംപ് സമ്മർദ്ദം ചെലുത്തിയെന്നാണ് യുക്രൈൻ ഉദ്യോഗസ്ഥരുടെ ആരോപണം. സോവിയറ്റ് കാലഘട്ടത്തിൽ വ്യവസായിക കേന്ദ്രമായിരുന്ന ഡോൺബാസ് മേഖല കൽക്കരി, ഇരുമ്പയിര്, മറ്റ് ധാതുക്കൾ എന്നിവയാൽ സമ്പന്നമാണ്. 2022 മരിയുപോൾ ഉൾപ്പെടെയുള്ള പ്രധാന ഭാഗങ്ങൾ റഷ്യ പിടിച്ചെടുത്തതോടെ ഈ മേഖല ഏതാണ്ട് പൂർണ്ണമായും റഷ്യൻ നിയന്ത്രണത്തിലാണ്. ഈ വ്യവസായിക ഹൃദയഭാഗം റഷ്യക്ക് വിട്ടുകൊടുക്കുന്നത് യുക്രൈന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും ദേശീയ പരമാധികാരത്തിനും കനത്ത പ്രഹരമാകും. അതിനാൽ നിലവിൽ എവിടെയാണോ ആക്രമണം അവിടെ വെച്ച് നിർത്തുക എന്ന ട്രംപിന്റെ നിർദ്ദേശം യുക്രൈൻ ശക്തമായി എതിർക്കുന്നു. യുക്രൈൻ ജനതയുടെ താൽപര്യങ്ങൾ കണക്കിലെടുക്കാതെ റഷ്യൻ അധിനിവേശത്തെ നിയമപരമാക്കുന്നതിന് തുല്യമാണ് ഈ നിർദ്ദേശമെന്ന് യുക്രൈൻ നേതാക്കൾ വാദിക്കുന്നുമുണ്ട്. റഷ്യയുടെ യുക്രൈൻ അധിനിവേശം അതിന്റെ 4ാം വർഷത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ്. മാസങ്ങൾക്കുള്ളിൽ യുദ്ധത്തിന് 4 വയസ്സ് തികയും. യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ വീണ്ടും അനിശ്ചിതത്വത്തിലായ സാഹചര്യത്തിൽ യുദ്ധമുഖത്തെ സംഘർഷം വർദ്ധിക്കാനുള്ള സാധ്യതകളാണ് തെളിയുന്നത്. നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടതോടെ യുക്രൈനിൽ കൂടുതൽ സൈനിക സഹായം നൽകാനുള്ള അമേരിക്കയുടെ നീക്കങ്ങൾക്ക് ആക്കം കൂടും. ദീർഘദൂര ടോമാഹോക്ക് മിസൈലുകൾ യുക്രൈനിൽ നൽകാനുള്ള സാധ്യതയും ഏറെയാണ്. ഇത്തരം ആധുനിക ആയുധങ്ങൾ ലഭിക്കുന്നത് യുക്രൈനിൽ റഷ്യൻ അധിനിവേശ പ്രദേശങ്ങളിൽ കൂടുതൽ ആഴത്തിലുള്ള പ്രഹരം ഏൽപ്പിക്കാനുള്ള ശേഷിയും നൽകും. ഇത് യുദ്ധത്തിന്റെ ഗതി മാറ്റാൻ സഹായിച്ചേക്കാം. എന്നാൽ അതേസമയം റഷ്യയുടെ ഭാഗത്തു നിന്നും കടുത്ത പ്രതികരണങ്ങൾ ഉണ്ടാകാനും സംഘർഷം കൂടുതൽ വഷളാക്കാനും സാധ്യതയുണ്ട്. US റഷ്യ ഉച്ചകോടി റദ്ദാക്കൽ സൂചിപ്പിക്കുന്നത് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കിടയിലും റഷ്യ തങ്ങളുടെ സൈനിക ലക്ഷ്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്നാണ്. റഷ്യൻ വിദേശകാര്യ മന്ത്രിയുടെ നിലപാട് ഒരു സമഗ്ര സമാധാന ഉടമ്പടി രൂപപ്പെടുത്തുന്നതിൽ നിലനിൽക്കുന്ന വലിയ തടസ്സങ്ങളെ പ്രതിഫലിപ്പിക്കുന്നത്. റഷ്യയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാനോ തങ്ങളുടെ ഭൂമി വിട്ടുകൊടുക്കാനോ യുക്രൈൻ തയ്യാറാകാത്ത പക്ഷം യുദ്ധം കൂടുതൽ നീണ്ടുപോകാനും ആഗോളതലത്തിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ വർദ്ധിക്കാനുമാണ് സാധ്യത. അവസാനമായി ട്രംപ് പുടിൻ കൂടിക്കാഴ്ച റദ്ദാക്കിയത് ആഗോള രാഷ്ട്രീയത്തിലെ 2 പ്രബല ശക്തികൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായതിന്റെ സൂചനയായും കണക്കാക്കാം. ഇത് യുക്രൈൻ യുദ്ധത്തിൽ മാത്രമല്ല മറ്റ് അന്താരാഷ്ട്ര വിഷയങ്ങളിലും അനിശ്ചിതത്വം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. സമാധാനത്തിനായുള്ള നയതന്ത്രപരമായ വാതിലുകൾ അടയുമ്പോൾ യുദ്ധത്തിന്റെ ക്രൂരമായ യാഥാർത്ഥ്യങ്ങൾ മാത്രം അവശേഷിക്കുന്നു.